കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. മഹോന്നത ദൈവം പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന ഈശോ. പരിശുദ്ധൻ മഹോന്നത ദൈവം പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന ഈശോ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പുനരുദ്ധാരത്തിൻ്റെ ആർഭാടം എന്ന് പറയണത് അളക്കാതെ കിട്ടണതിന് നമുക്ക് അളക്കാൻ പറ്റത്തില്ല. കാര്യം ഓൾറെഡി ഈശോ എല്ലാത്തിനും പേയ്മെൻറ്റ് നടത്തി, എല്ലാ പാപങ്ങൾക്കും പരിഹാരം ചെയ്ത് കഴിഞ്ഞു. അതാണ് പുനരുദ്ധാരത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ മനുഷ്യരാശി ഈശോയുടെ കാലം വരെ ചെയ്തതും ഇനി ചെയ്യാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങൾക്കും ഈശോ തൻ്റെ ജീവിതം കൊണ്ടും സഹനം കൊണ്ടും കുരിശിലുള്ള മരണം കൊണ്ടും പാപത്തിൻ്റെ ശിക്ഷ സ്വയം നമുക്ക് വേണ്ടി ഏറ്റുവാങ്ങിച്ചിട്ട് അവൻ ദൈവമായിരുന്നിട്ട് പോലും ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ ദാസനായി തന്നെ താഴ്ത്തി. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കണത്? അതിനാൽ ഇങ്ങനെ താഴ്ത്തിയത് കൊണ്ടും ഈ സഹനം കൊണ്ടും ഈ മരണം കൊണ്ടും ഈ പാപത്തിൻ്റെ ശിക്ഷ സ്വയമായി ഏറ്റെടുപ്പ് കൊണ്ടും അതിനാൽ എന്ത് ചെയ്ത് ദൈവം അവനെ അത്യധികം ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. ഇനി എന്താ സംഭവം? ആ പുനരുദ്ധാനത്തിൻ്റെ ആർഭാടങ്ങളെന്ന് പറയണത് ദൈവം അവനെ അത്യധികം ഉയർത്തി. പിന്നെന്താണ്? എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടുത്തേക്ക് നൽകി. ഇനിയെല്ലാം മനുഷ്യൻ്റെ നിത്യരക്ഷ വരെ ഈ നാമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഈ നാമത്തെ മനുഷ്യൻ സ്വീകരിക്കുന്നതും സ്വീകരിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതുകൊണ്ട് മനുഷ്യൻ സ്വീകരിച്ച് നിത്യരക്ഷ വരെ സ്വയത്തമാക്കാൻ വേണ്ടി അപ്പോസ്തലന്മാരോട് ഈശോ പറഞ്ഞു. എന്താ പറഞ്ഞത്? മർക്കോസ് 16:15 എടുത്തേ. മർക്കോസ് 16:15. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അടുത്ത വചനം എന്താണ്? വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. അപ്പോൾ ഇവിടെ വരുന്നൊരു വിഷയം ഇതിൽ ഇനി ഈശോനെ സ്വീകരിക്കുന്നവർക്ക് ഭൗതിക അനുഗ്രഹങ്ങൾ മാത്രമല്ല ലഭിക്കുന്നത്, പിന്നെന്താണ്? നിത്യരക്ഷ വരെ മരിക്കാത്ത ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാനുള്ള കൃപാവര യുഗം ഈശോ അതിൻ്റെ ഒരു നമ്മുടെ അണക്കെട്ടിൻ്റെ ചീപ്പ് തുറക്കത്തില്ലേ? അപ്പോൾ വെള്ളച്ചാട്ടം ഉണ്ടാകണ പോലെ കൃപയുടെ വലിയ വെള്ളച്ചാട്ടം ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് ഇനി അളക്കത്തില്ല. വെള്ളച്ചാട്ടത്തിനൊക്കെ എന്ത് നാഴി വെച്ചാൽ അളക്കണത്? അളക്കത്തില്ല. പുനരുദ്ധാരത്തിൻ്റെ ആർഭാടം എന്ന് പറഞ്ഞ അളവില്ലാത്ത കൃപയാണ്. ലൂക്കായുടെ സുവിശേഷം നമ്മൾ 6-ാം അധ്യായം 38-ാമത്തെ വാക്യം നോക്കിയേ. ശ്രുതികടെ ഹല്ലേലൂയ. ലൂക്ക 6:38. കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും. പറഞ്ഞേ. കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും. അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. എന്താ വിഷയം എന്ന് വെച്ചാൽ കൊടുക്കുവിൻ നിങ്ങൾക്കും ലഭിക്കും. അത് പറഞ്ഞേ. കൊടുക്കുവിൻ നിങ്ങൾക്കും ലഭിക്കും. അപ്പം അത് കറക്റ്റാണല്ല? അതൊക്കെ അല്ലേ? കൊടുക്കുവിൻ അർത്ഥവും മനസ്സിലായി അല്ലേ? ഇനി ഈശോ എന്താ പറയണത്? അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചൊരിയും. അപ്പോഴെന്താണ് ഇപ്പം വ്യാഖ്യാനിച്ച് വരുന്നത്? ഈ അണ്ണന്മാർ നമുക്ക് വ്യാഖ്യാനിച്ച് പറയുന്നത് എന്താണ്? നമ്മൾ കൊടുത്താൽ മതി, കിട്ടാൻ പോകണം. നമ്മൾ 10 കൊടുത്താൽ 1000 കിട്ടുമെന്നേ പറയണതേ. നടക്കത്തില്ല ഈ സംഭവം, വർക്കൗട്ട് ചെയ്യത്തില്ല. ചില അണ്ണന്മാർ ബൈബിൾ വ്യാഖ്യാനിക്കുന്നത് എന്താണ്? കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. എങ്ങനെ? അമർത്തി കുലുക്കി നിറച്ച് അളന്ന് നിങ്ങളുടെ മടിയിലോട്ട് ചൊരിയും. അപ്പോഴെന്താ പറയണത്? നിങ്ങൾ സ്വസ്ത്രക്കാഴ്ചയുടെ പെട്ടി കാണുമ്പോൾ 10 രൂപ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ 1000 കിട്ടുമെന്നാണ് ഈ ചേച്ചി ധരിച്ചു വെച്ചിരിക്കുന്നത്.
ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. എന്താ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം അവസാനം ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നിങ്ങൾ അളക്കുന്ന അളവുകോല് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളർന്നു കിട്ടും. അപ്പോഴെന്താ പറയുമ്പോൾ കൊടുക്കുന്ന ആ കൊടുക്കുന്ന അനുപാതം അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അളന്നു കിട്ടണമെന്നാണ് ഈ പറയണത്. നിങ്ങൾക്ക് ധാരാളമായിട്ട് അളന്നു കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധാരാളമായിട്ട് കൊടുക്കേണ്ടി വരുമെന്ന വിഷയം. അല്ല 10 രൂപ ഇട്ടിട്ട് 50 രൂപ അടിച്ചു മാറ്റാൻ കർത്താവ് ഷോടതിക്ക് വന്നതല്ല ഇവിടെ. മനസ്സിലായില്ലേ? നടക്കത്തില്ല. കൊടുക്കുവിൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇതിനകത്ത് വരുന്നൊരു വിഷയമാണ് ഈ നിഷ്കളങ്കത. എന്നുവെച്ചാൽ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ചവിട്ടിപ്പിടുത്തം ഇല്ലാത്ത രീതിയിൽ കർത്താവുമായിട്ട് എല്ലാ ഡീലിങ്സും നിഷ്കളങ്കമായിരിക്കണം. ഉടമ്പടിയിൽ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് കത്താനുള്ള ഏറ്റവും വലിയ മാർഗം ഡീലിങ്സ് നിഷ്കളങ്കമാക്കിയാൽ മതി, കളങ്കരഹിതമാകണം. അപ്പം നിങ്ങളിങ്ങനെ ഒരു 3 തിരി കത്തിച്ചു അല്ലെങ്കിൽ 10 പത്രം കൊടുത്തു, അതുകൊണ്ട് എനിക്ക് മകൻ്റെ വിസ പുതുക്കി കിട്ടണമെന്നുള്ള ഒരു സൊല്യൂഷൻ ഫോർമുല ഉടമ്പടിയിലില്ല. ചിലർ അങ്ങനെയാണ് അത് ചെയ്യണത്. ഉടമ്പടി അങ്ങനെ ഒരു ഫോർമുല ഇല്ല. ഉടമ്പടിയിൽ ദൈവമായിട്ട് ഡീസൻറ്റ് ഡീൽ ചെയ്യാൻ പറ്റുന്ന ബിബ്ലിക്കൽ ഫോർമുലയാണ് ഉടമ്പടി. ആ ഉടമ്പടിക്ക് നിങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. ആ ദൈവമായിട്ടൊരു മനുഷ്യൻ്റെ ഡീല്, ദൈവം ഡീലിന് ആഗ്രഹിക്കുന്ന ആളാണ്. ഡീലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഒരാൾ പ്രാർത്ഥിക്കുക എന്നല്ല, മറിച്ച് ഉത്തരവാദിത്വമുള്ള ഒരു പരസ്പര ബന്ധം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഉത്തരവാദിത്വമുള്ള, അല്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മളെന്തെങ്കിലും കിട്ടി, നമ്മൾ നമ്മുടെ വഴിക്ക് പോയി, ദൈവം ദൈവത്തിൻ്റെ വഴിക്ക് പോയി, അങ്ങനെ റിലേഷൻ ദൈവം ഉദ്ദേശിക്കണില്ല. മറിച്ച് ഒരു മാറ്റമില്ലാത്ത ഉടമ്പടി റിലേഷൻ എന്ന് പറയുമ്പോൾ അതിനത് ബ്രേക്കില്ല, ഗ്യാപ്പില്ല. അങ്ങനെ ബ്രേക്കിംഗ് ഗ്യാപ്പുമില്ല. ദൈവമായിട്ട് ഇടപെട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആണ് ഉടമ്പടി ഒരു അവസരമാകുന്നത്. അച്ഛൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? ബ്രേക്കിംഗ് ഗ്യാപ്പുമില്ലാതെ ദൈവമായിട്ട്. ഇപ്പം ഞാനൊക്കെ പണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, കർത്താവേ എപ്പോഴും കർത്താവുമായിട്ട് ജീവിക്കും. ഇപ്പം നിങ്ങളുമൊക്കെ, എൻ്റെ കാര്യം പോട്ടെ, നിങ്ങളുമൊക്കെ ധ്യാനം കൂടി നല്ല അപേക്ഷിക്കാൻ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കത്തില്ലേ, ഓ ഇനി നരകം പിടിച്ച വീട്ടിൽ ചെന്നാൽ ഇതൊക്കെ പോകുമെന്ന്? ഇല്ല, അത് ശരിയാണ്. ആ പണ്ടാരം പിടിച്ച നാത്തൂനെ കാണുമ്പോൾ തന്നെ എൻ്റെ അഭിഷേകം മൊത്തം പോകുമെന്ന് പറയും. അങ്ങനെ പോണ അഭിഷേകമാണെങ്കിൽ അത് അഭിഷേകം അല്ലല്ലോ. അപ്പം നിങ്ങളും ആഗ്രഹിച്ചിട്ടുള്ളതാണ് ഇത്. പത്രോസിൻ്റെ കാലം മുതലുള്ള ഒരു ആധ്യാത്മികമായ അഭിനിവേശമാണ്. എന്താണ്? ഗുരു, നമ്മൾ ഇവിടെ ആയിരിക്കണത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് അങ്ങയ്ക്ക്, ഒന്ന് മോശയ്ക്ക്. Take the word of God. So the hallelujah. Hallelujah, hallelujah, hallelujah. യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, മഹത്വം ഹല്ലേലൂയ ഹല്ലേലൂയ. മർക്കോസ് 9:5. മർക്കോസ് 9:5. അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. അപ്പം മനുഷ്യൻ്റെ ഒരു ദൈവത്തിനെ അടുത്ത് അനുഭവിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മനുഷ്യന് ഉണ്ടാകുന്ന ആദ്യത്തെ അഭിവാഞ്ചയാണ് എന്താണ്? ഞങ്ങൾ ഈ സ്ഥലം ഇനി വിട്ടുപോകാതിരുന്നെങ്കിൽ, എപ്പോഴും കർത്താവിൻ്റെ ഈ അനുഭവം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ. ഇത് മനുഷ്യൻ്റെ അടിസ്ഥാന അഭിവാഞ്ചയാണ്. നിങ്ങൾക്കൊക്കെ ഇത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ദൈവമേ വിട്ടുപോകാതിരുന്നെങ്കിലെന്ന്, ഈ അരൂപി നഷ്ടപ്പെടാതിരുന്നെങ്കിൽ. എൻ്റെ മക്കളെ, ഞാനും ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കെല്ലാവർക്കും കൂടി ദൈവം തന്നിരിക്കുന്ന ഒരു ഉപാധിയാണ്. എന്താണ്? അതിനു വേണ്ടിയാണ് ഈ ഉടമ്പടി ഉള്ളത്. ഉടമ്പടിയിലുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വാഗ്ദാനമുണ്ട്. ഉടമ്പടിയിലായിരിക്കുന്ന വ്യക്തിയുടെ കൂടെ ദൈവം ഉണ്ടായിരിക്കും. എൻ്റെ മക്കളെ, നിങ്ങൾ ഉടമ്പടിയിലാകണമെന്നൊന്നുമില്ല. ആത്മാർത്ഥമായിട്ട് ഉടമ്പടി ചെയ്യണമെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ തന്നെ ദൈവം കൂടെ വരും. ഉടമ്പടിയുടെ ഒരു വിഷയം അതാണ്. നിങ്ങൾ ഉടമ്പടി ആകണമെന്നില്ല. നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടില്ലെന്ന് വിചാരിച്ചോ,
പക്ഷേ എങ്ങനെയെങ്കിലും എൻ്റെ ദൈവമായിട്ട് എനിക്കൊന്ന് ജീവിക്കണം, അതിന് പറ്റിയ നടപടിയാണ് ഉടമ്പടി. അതുകൊണ്ട് ഈ ദൈവമേ, ഈ ഉടമ്പടി എന്നെ എടുക്കാനും അത് നന്നായി നടത്താനും എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ പോരായ്മകളെല്ലാം പരിഹരിക്കണമേ, എനിക്ക് ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയണമേ എന്നൊക്കെ ഒന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ തന്നെ ദൈവം കൂടെ വരും. നമ്മളെപ്പോഴും എൻ്റെ മക്കൾ എൻ്റെ പ്രാർത്ഥന കേൾക്കണില്ല, കർത്താവ് എൻ്റെ കാര്യങ്ങൾ താമസിപ്പിക്കുന്നുവെന്ന് അങ്ങോട്ട് എപ്പോഴും ദൈവത്തിനെ പ്രതിക്കൂട്ടിലാക്കുന്നതിന് പകരം നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യം ഊനമറ്റതാണെന്ന് നോക്കണം, കളങ്കിതമാണോ എന്ന് നോക്കണം. കളങ്കിതമായ ഒരു കാര്യം ദൈവം സ്വീകരിക്കത്തില്ല. ഇപ്പോൾ വൈരാഗ്യം നിലനിൽക്കുന്നുണ്ടോ അത് നോക്കണം. നിങ്ങളുടെ ഉള്ളിൽ പക നിലനിൽക്കുന്നുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊടുത്ത് വീട്ടാൻ ആസ്തി ഉണ്ടായിട്ടും നിങ്ങൾ കടം വാങ്ങിച്ചവർക്ക് കൊടുക്കാതെ നിങ്ങളെ വെച്ച് അനുഭവിക്കുന്നുണ്ടോ? ഇങ്ങനെ ഏതെല്ലാം മേഖലകളിൽ നിങ്ങളെ അരിച്ചു പെറുക്കി നോക്കുമ്പോഴും എൻ്റെ മക്കളുടെ ഉദ്ദേശം ദൈവസ്നേഹത്തിൽ വളരുകയെന്നായിരിക്കണം, അല്ല ഉടമ്പടി കാര്യം നിർവഹിക്കുകയെന്നായിരിക്കത്തില്ല. നിങ്ങളിപ്പോൾ ഊനമറ്റത് ആണെന്ന് വെച്ചാൽ അച്ഛൻ പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങൾ ആത്മപരിശോധന നടത്തിയിട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്യും. പക്ഷേ കറക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഇൻറ്റൻഷൻസ് ഉടമ്പടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതായിരിക്കരുത്. മറിച്ച് എന്താണ്, എങ്ങനെയെങ്കിലും ദൈവവുമായിട്ട് ഈ പത്രോസ് പറഞ്ഞ പോലെ നമ്മളിവിടെ ആയിരിക്കണം, നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാൻ, ഒന്ന് അങ്ങയ്ക്ക്, ഒന്ന് മോശയ്ക്ക്. ഈ അനുഭവവും ഈ അനുഗ്രഹം വിട്ടുപോകാൻ ഇടയാക്കരുത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ജീവിത മേഖലകളെ കർത്താവ് അനുഗ്രഹിക്കുന്ന ഒരു സമയമാണ്. രോഗാതുരമായിട്ടുള്ള വേദന കൊണ്ട് ഉറങ്ങാൻ പറ്റാത്തവരുണ്ട്. നിങ്ങൾ അവരെ ഓർക്കണം. അവരിവിടെ ഉണ്ടെന്നല്ല എൻ്റെ അർത്ഥം. നിങ്ങളോട് അപലാതി പറഞ്ഞവരുണ്ടാവും, അവരെ നിങ്ങളിപ്പോൾ ഓർക്കണം. ചില കാര്യങ്ങളൊക്കെ കർത്താവ് തന്നെ നേരിട്ട് അത് അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഉറങ്ങാനും മരുന്ന് വേദന മാറാനും ചില രോഗികൾക്ക് അവർ കഴിക്കുന്ന മരുന്നുകൾ പ്രയോജനകരമല്ല. മരുന്ന് കഴിച്ചിട്ടും അവിടെ വേദന മാറുന്നില്ല, ഉറങ്ങാൻ പറ്റണമില്ല. അങ്ങനെയുള്ളവരെ നിങ്ങൾ അനുകമ്പയോടുകൂടി കാണണം. നിങ്ങളാണ് ആ അവസ്ഥയിലെങ്കിൽ എന്ത് ചെയ്തേനും എന്ന് ഓർത്തിട്ട് അവരെ മനസ്സിൽ ഓർത്തുകൊണ്ട് അവർക്ക് ഉറങ്ങാനും വേദന മാറാനും രോഗം സുഖപ്പെടാനും അവരുടെ പേരും മുഖവും മനസ്സിൽ ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ കൈവർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. എരുതി വീണാലും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എരുതിയിൽ വീണാലും അവിടെ അനേകരല്ല. സ്വർഗ്ഗത്തിൽ പാടുക. എരുതിയിൽ വീണാലും അവിടെ അനേകരല്ല. വീഴുന്നതും തീരല്ല, എന്റെ യേശുവിൻ കരങ്ങളില. വീഴുന്നതും തീരല്ല, എന്റെ യേശുവിൻ കരങ്ങളില. എരുതിയിൽ വീണാലും അവിടെ അനേകരല്ല. എരുതിയിൽ വീണാലും അവിടെ അനേകരല്ല.
മനസ്സ് നീറുന്ന കുറേ മക്കളുണ്ട്. ജപ്തി നടപടിയെ നേരിടുന്നവരുണ്ട്. എൻ്റെ മക്കളെ, എല്ലാ വിഷയങ്ങൾക്കും ദൈവതിരുസന്നിധിയിൽ മറുപടിയുണ്ട്. ജീവിതമാർഗമില്ലാത്തവരെ, ജീവിതമാർഗം മുട്ടിപ്പോയവരെ പുതിയ വരുമാന മാർഗം ഉണ്ടാകുന്നതിന് വേണ്ടി പരീക്ഷ എഴുതി കഴിഞ്ഞ മക്കള്, ഇൻ്റർവ്യൂ കഴിഞ്ഞ മക്കള്, വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞ മക്കള്, ജീവിക്കാനും പറ്റുന്ന ഉതകുന്ന ഒരു ജോലിക്ക് വേണ്ടി, ഉപരിപഠനത്തിന് വേണ്ടിയും അവരുദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ എത്തിച്ചേരുന്നതിന് വേണ്ടി, ആവശ്യമായ സ്കോർ ലഭിക്കുന്നതിന് വേണ്ടി കൈയുയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, മഹത്വം, മഹത്വം. പിതാവേ നന്ദി, പിതാവേ മഹത്വം. എല്ലാവരും മുട്ട നിൽക്കുക. സമാപനാശീർവാദം. ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആമേൻ, ആമേൻ, ആമേൻ മറിയ. ആമേൻ, ആമേൻ, ആമേൻ മറിയ. കർമ്മലസുമമേ നറുതേൻ കുടമേ സ്വർഗകുമാരനെ പെറ്റുവളർത്തിയ നിർവൃതി തന്നിറകൂടമേ. കർമ്മലസുമമേ നറുതേൻ കുടമേ സ്വർഗകുമാര